ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മിന്നേഴ്സ് അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തത് ബംഗാൾ വിഭജനത്തെ പറ്റിയായിരുന്നു. അതിൻ്റെ പ്രധാന സമരമുറകൾ, അതായത് ബംഗാൾ വിഭജന വിരുദ്ധ പ്രസ്ഥാനം, അതിനെ പറ്റിയൊക്കെയായിരുന്നു നമ്മൾ ചർച്ച ചെയ്തത്. അപ്പോൾ ഈ ഒരു ബംഗാൾ വിഭജനത്തിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്ന ഒരു പ്രസ്ഥാനമാണ് സ്വദേശി പ്രസ്ഥാനം എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഈ ഒരു സ്വദേശി പ്രസ്ഥാനത്തെ പറ്റിയാണ്. എന്താണ് സ്വദേശി പ്രസ്ഥാനം, അതുപോലെ തന്നെ സ്വദേശി പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് എന്തൊക്കെ സംഭവങ്ങളാണ് ഉണ്ടായത്, അതിന്റെ സമരമുറകൾ എങ്ങനെയായിരുന്നു എന്നുള്ളതൊക്കെയാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ കാണുന്ന, നമ്മുടെ വീഡിയോസ് കാണുന്ന കൂടുതൽ ആളുകൾ എന്തായിട്ടില്ല സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ ഒരു വീഡിയോസ് ഒക്കെ കാണുന്നത്. അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഹിസ്റ്ററി പഠിക്കുന്ന സുഹൃത്തുക്കൾക്ക്, അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് എന്താക്കുക, ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പോൾ ശരിക്ക് ഈ ഒരു സ്വദേശി പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു ബംഗാൾ വിഭജനം 1905 ബംഗാൾ വിഭജനം ഉണ്ടായി. 1907 അത് നിലവിൽ വരുന്നത്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ഉണ്ടാവേണ്ടതാണ് എന്ത് ഈ ഒരു സ്വദേശി പ്രസ്ഥാനം എന്ന് പറയുന്നത്. അപ്പൊ സ്വദേശി പ്രസ്ഥാനം ആ പേര് തന്നെ നോക്കുക, സ്വദേശി പ്രസ്ഥാനം. അതായത് സ്വന്തം ദേശത്തെ ഒന്ന് പൊക്കി പറയാം, സ്വന്തം ദേശത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള ഒരു പ്രസ്ഥാനമായിരുന്നു സ്വദേശി പ്രസ്ഥാനം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ബ്രിട്ടീഷുകാരെ പൂർണ്ണമായിട്ട് ഇവർ ബഹിഷ്കരിക്കുകയാണ്. അതായത് ബ്രിട്ടീഷുകാർക്ക് കീഴിൽ ജോലി ചെയ്യൂല, ബ്രിട്ടീഷുകാർക്ക് വേണ്ടി ജോലി ചെയ്യൂല, ബ്രിട്ടീഷ് സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യൂല, അതുപോലെ തന്നെ ബ്രിട്ടീഷ് സ്കൂളുകളിൽ പഠിക്കൂല, അങ്ങനത്തെ കുറേ സംഭവങ്ങൾ ഇതിന്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ കുറെ അറിവുള്ള ആളുകൾ എന്താണ് ബുദ്ധിമുട്ടുന്നുണ്ട്. കാരണം ഈ അറിവുള്ള ആളുകൾ പലരും എന്താണ് ഈ ഒരു ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിലും അതുപോലെ തന്നെ ബ്രിട്ടീഷുകാരുടെ പല കമ്പനികളിലാണ് ജോലി ചെയ്തിരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവരിത് ബഹിഷ്കരിച്ചപ്പോൾ ഇവർ വളരെയധികം പ്രയാസത്തിലാവാണ്. പിന്നെ മാത്രമല്ല, കാലാവസ്ഥ ഒക്കെ മോശമായതുകൊണ്ട് തന്നെ ആ ഒരു കാലഘട്ടത്തിൽ വിളവെടുപ്പ് മോശമാവാൻ തുടങ്ങി. അപ്പൊ വിളവെടുപ്പ് മോശമായപ്പോൾ സ്വാഭാവികമായിട്ടും വിളവെടുപ്പ് മോശമായാൽ എന്താക്കും, ഇതിന്റെ വില കൂടും, വിലക്കയറ്റം ഉണ്ടാവും. അപ്പൊ ഈ വിലക്കയറ്റം ഉണ്ടായത് ആ ഒരു ജനങ്ങളുടെ, ആ ഒരു ബംഗാളിൽ ജീവിക്കുന്ന ജനങ്ങളുടെ ജീവിതം എന്താക്കാണ്, വളരെയധികം പ്രയാസത്തിലാക്കാണ്. പിന്നെ മാത്രമല്ല, ആഹ് ഈ ഒരു കാലഘട്ടത്തിൽ എന്താവുന്നുണ്ട്, ഈ ബ്രിട്ടീഷുകാരുടെ ഈ ഒരു വസ്ത്രങ്ങളും അതുപോലെ തന്നെ അവരുടെ ഉൽപ്പന്നങ്ങളൊക്കെ ബഹിഷ്കരിക്കാൻ വേണ്ടി ഇവിടെ ആഹ്വാനം ചെയ്യുന്നുണ്ട്. അതായത് മൊത്തത്തിൽ ഇവിടെ പരസ്യ പ്രഖ്യാപനം നടത്തുകയാണ്. അതായത് നിങ്ങൾ എന്താക്കരുത്, ബ്രിട്ടീഷുകാരുടെ വസ്ത്രങ്ങൾ ഉപയോഗിക്കരുത്, ബ്രിട്ടീഷുകാരുടെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കരുത്, ബ്രിട്ടീഷുകാരുടെ വ്യവസായ ഉൽപ്പന്നങ്ങൾ ഇവിടെ വിറ്റഴിക്കും, അത് നിങ്ങൾ എന്താക്കരുത്, വാങ്ങരുത്. അങ്ങനെ പല രീതിയിലുള്ള ആഹ്വാനങ്ങൾ എന്താക്കുന്നുണ്ട്, ഇവിടെ നടത്തുന്നുണ്ട്. മാത്രമല്ല ഇതിനൊക്കെ ബോധവൽക്കരിക്കാൻ വേണ്ടി ഈ ഒരു രാജ്യത്തുടനീളം, നമ്മുടെ ഈ ഇന്ത്യ രാജ്യത്തുടനീളം കുറെ എന്താവുന്നുണ്ട്, കുറേ സമ്മേളനങ്ങൾ ജനങ്ങളെ ബോധവൽക്കരിക്കാൻ വേണ്ടി എന്താവുന്നുണ്ട്, കുറേ സമ്മേളനങ്ങൾ നടക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു സമ്മേളനത്തിന്റെ ഭാഗമായിട്ട് പലയിടത്തും എന്താവുന്നുണ്ട്, ഈ ഒരു വിദേശ വസ്ത്രങ്ങൾ, ബ്രിട്ടീഷ് നിർമ്മിത വസ്തുക്കൾ ഇവിടെ ഇപ്പോൾ ഉണ്ടാവുമല്ലോ, വസ്ത്രങ്ങളൊക്കെ അവിടെ വിറ്റഴിച്ച സാധനങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ ഒരുമിച്ച് കൂട്ടിയിട്ട് വഴിയിൽ വെച്ച് കണ്ട് എന്താവുന്നുണ്ട്, കത്തിക്കുന്നുണ്ട്. അങ്ങനത്തെ പല രീതിയിലുള്ള സമരമുറകൾ ഈ ഒരു ആളുകൾ, ഈ ഒരു സ്വദേശി പ്രസ്ഥാനത്തിന്റെ ആളുകൾ എന്താക്കാണ്, സ്വീകരിക്കുകയാണ്. മാത്രമല്ല ഈ ഒരു ഇതിനു മുമ്പ്, സ്വദേശി പ്രസ്ഥാനത്തിന് മുമ്പ് പല ആളുകൾക്കും സമ്മാനമായിട്ട് ബ്രിട്ടീഷുകാർ പലതും കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ ഈ ബ്രിട്ടീഷുകാർ ഈ വിദേശ ഉൽപ്പന്നങ്ങളൊക്കെ പോലെ എന്താക്കിയിട്ടുണ്ടാവുക, സമ്മാനമായിട്ട് കൊടുത്തിട്ടുണ്ടാവുക. അപ്പൊ ഈ വിദേശ ഉൽപ്പന്നങ്ങളൊക്കെ അവരെന്താണ് തിരികെ നൽകുകയാണ്. സമ്മാനമായിട്ട് ലഭിച്ച എല്ലാ വസ്തുക്കളും അവർ തിരിച്ച് നൽകണം. പിന്നെ മാത്രമല്ല, ഈ ഒരു പുരോഹിതന്മാരും ഈ ഒരു സ്വദേശി പ്രസ്ഥാനത്തിൽ എന്താക്കിയിട്ടുണ്ട്, ആഹ് പങ്കാളികളായിട്ടുണ്ട്. അതെങ്ങനെയാ വെച്ചാല്, ഈ ഒരു ദേവന്മാർക്ക് ബലിയർപ്പിക്കുന്ന പല കാര്യങ്ങളുണ്ടാവുമല്ലോ. അപ്പോൾ അതില് ഈ ഒരു വഴിപാട് നടത്തുന്ന കാര്യങ്ങളിലൊക്കെ വിദേശ വസ്തുക്കളാണ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ, വിദേശ വസ്തുക്കളാണ് വഴിപാട് നടത്തുന്നുണ്ടെങ്കിൽ, ബലിയർപ്പിക്കുന്നുണ്ടെങ്കിൽ അതിലെന്താവൂല, പുരോഹിതന്മാർ പങ്കെടുക്കൂല. അങ്ങനെ ഈ ഒരു സ്വദേശി പ്രസ്ഥാനത്തിൽ പുരോഹിതന്മാരും പങ്കാളികളാവാണ്. പിന്നെ മാത്രമല്ല, ഈ അതിഥികള്, അതായത് നമ്മളെ വിരുന്നുകള്, സൽക്കാര പരിപാടികൾ, അതിലുള്ള അതിഥികളും എന്താവുന്നുണ്ട്, ഈ ഒരു സ്വദേശി പ്രസ്ഥാനത്തിൽ പങ്കാളികളാവുന്നുണ്ട്. അവരെങ്ങനെയാ വെച്ചാല്, ആ ഒരു പരിപാടിക്ക് ഉള്ള ഭക്ഷണത്തിൽ വിദേശ ഉപ്പും പഞ്ചസാരയൊക്കെയാണ് ഉപയോഗിക്കുന്നത് എന്നുണ്ടെങ്കിൽ അവരെന്താക്കൂല, അവിടുന്ന് ഭക്ഷണം കഴിക്കൂല, ആ ഒരു പരിപാടിയിൽ പങ്കെടുക്കൂല. അപ്പൊ അങ്ങനത്തെ രീതിയിലുള്ള പല സ്വദേശി പ്രസ്ഥാനത്തിന്റെ ആളുകളും ഈ ഒരു അതിഥികളായിട്ടുള്ള ആളുകൾ എന്താവൂല, ഈ പരിപാടിയിലേക്ക് പങ്കെടുക്കൂല. പിന്നെ നമ്മളിതിൽ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ഒരു സ്വദേശി പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് ഇവിടെ ധാരാളം വ്യവസായ സ്ഥാപനങ്ങൾ സ്ഥാപിതമാവുന്നുണ്ട്. തുണിമില്ലുകൾ, അതുപോലെ തന്നെ സോപ്പ്, തീപ്പെട്ടി, അങ്ങനത്തെ പോലുള്ള ഫാക്ടറികൾ, പിന്നെ കൈത്തറി, അതുപോലെ തന്നെ നെയ്ത്ത് സംരംഭങ്ങൾ, അതുപോലെ തന്നെ കുറെ ദേശീയ നാഷണൽ ബാങ്ക്സ്, അതുപോലെ തന്നെ ഇൻഷുറൻസ് കമ്പനികൾ, ഈ സാധനങ്ങളൊക്കെ എന്താവുന്നുണ്ട്, ഈ ഒരു സ്വദേശി പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് ഇവിടെ സ്ഥാപിതമാണ്. ഇതൊക്കെ പിന്നീട് ഇന്ത്യ ലോകത്ത് വലിയ മാറ്റങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച കാര്യങ്ങളാണ് ഈ ഒരു സ്വദേശി പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ടുണ്ടായ ഈ ഒരു കാര്യങ്ങൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്കറിയാം, ആചാര്യ പി സീറായി, അദ്ദേഹം ഈ ഒരു സ്വദേശി സ്റ്റോറുകൾ എന്ന് പറഞ്ഞാണ് കുറെ സ്റ്റോറുകൾ. അതായത് ആ ഒരു സ്വദേശി സ്റ്റോർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഇന്ത്യക്കാർ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ മാത്രമേ ആ ഒരു സ്വദേശി സ്റ്റോറിൽ ലഭ്യമാവുള്ളൂ. അപ്പൊ അങ്ങനത്തെ ധാരാളം സ്വദേശി സ്റ്റോറുകൾ എന്താവുന്നുണ്ട്, അദ്ദേഹം സ്ഥാപിക്കുന്നുണ്ട്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്താ വെച്ചാൽ, ഒരു കൽക്കട്ടയിൽ ഒരു നാഷണൽ
കോളേജ് സ്ഥാപിക്കുകയാണ്. അതായത് കൽക്കട്ടയിൽ ഇവിടെ ഒരു വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കുന്ന ലക്ഷ്യത്തിന്റെ ഭാഗമായിട്ട് ഒരു നാഷണൽ കോളേജിനെ രൂപീകൃതമാവുന്നുണ്ട്. മാത്രമല്ല പിന്നീട് ഒരു 1906 ഓഗസ്റ്റ് 15 എന്താവുന്നുണ്ട്, ഒരു ദേശീയ വിദ്യാഭ്യാസ കൗൺസിൽ വരുന്നുണ്ട്. അതായത് വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിക്കണം. അതായത് ഇത്രയും കാലം എന്തായിരുന്നു, ഈ ബ്രിട്ടീഷുകാരുടെ ഇംഗ്ലീഷ് പഠിക്കുക, ബ്രിട്ടീഷുകാർക്ക് വേണ്ടി പണിയെടുക്കാൻ വേണ്ടി ബ്രിട്ടീഷുകാരുടെ ഇംഗ്ലീഷ് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്നു. അതായത് ബ്രിട്ടീഷുകാർ എന്ത് പഠിപ്പിക്കുന്നു അതിവിടെ പഠിക്കുക അങ്ങനെ ആ രീതിയായിരുന്നു. പക്ഷെ അതിൽ നിന്നെല്ലാം മാറിയിട്ട് പിന്നീട് ഇവിടെ ഒരു ദേശീയ വിദ്യാഭ്യാസ കൗൺസിൽ തന്നെ എന്താണ് സ്ഥാപിക്കുകയാണ്. അത് പ്രധാനമായിട്ടും ഒരു സമരത്തിൽ പങ്കെടുത്ത പ്രധാനപ്പെട്ട വ്യക്തികളായിരുന്നു ഒരു ബംഗാളിലെ വിദ്യാർത്ഥികൾ എന്ന് പറയുന്നത്. അവരെന്തായി, കുറെ സ്വദേശി വസ്ത്രങ്ങൾ കത്തിച്ചു, സ്വദേശിയല്ല, ഒരു വിദേശ വസ്തുക്കൾ കത്തിച്ചു, അതുപോലെ തന്നെ വിദേശ വസ്തുക്കൾ ഒഴിവാക്കി ബഹിഷ്കരിച്ചു. അതുപോലെ തന്നെ ഒരു വിദേശ വസ്തുക്കളൊക്കെ വിൽക്കുന്ന കുറെ കടകൾ അവരെന്തായി പിക്കറ്റ് ചെയ്തു. അങ്ങനത്തെ ധാരാളം പ്രവർത്തനങ്ങളിൽ ഓല് ഏർപ്പെടുകയാണ്. പക്ഷേ ഈ ഒരു വിദ്യാർത്ഥികൾക്ക് വളരെയധികം ക്രൂരമായ നടപടികൾ, അവർക്കെതിരെയുള്ള നടപടികൾ അവർക്ക് സ്വീകരിക്കേണ്ടി വരികയാണ്. കാരണം ഈ ഒരു ബ്രിട്ടീഷുകാരെന്താക്കി, അവരെ ഈ ഒരു കോളേജിൽ നിന്ന് പുറത്താക്കി, അവർക്കുള്ള സ്കോളർഷിപ്പുകളൊക്കെ ഒഴിവാക്കി, അതുപോലെ തന്നെ അവർക്ക് തുടർ പഠനം എന്താക്കി ഒഴിവാക്കി, പിഴകൾ ചുമത്തി. അങ്ങനെ അവരുടെ വിദ്യാഭ്യാസത്തിന് കോട്ടം തട്ടുന്ന രീതിയിലുള്ള പല രീതിയിലുള്ള നിയമങ്ങളും ആര് കൊണ്ടുവരികയാണ്, ഒരു ബ്രിട്ടീഷുകാർ കൊണ്ടുവരികയാണ്. പിന്നെ നമ്മുടെ ഈ ഒരു സ്വദേശി പ്രസ്ഥാനത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ, ആ ഒരു കാലത്തില് ആ ഒരു സ്വദേശി പ്രസ്ഥാനത്തിൽ സ്ത്രീകൾ വരെ എന്താക്കിയിട്ടുണ്ട്, സജീവ പങ്കാളിത്തത്തോടെ പങ്കെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു സ്ത്രീകളുടെ സജീവ പങ്കാളിത്തമാണ് എന്ത്, ഈ ഒരു സ്വദേശി പ്രസ്ഥാനത്തിന്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സ്വദേശി പ്രസ്ഥാനത്തെ പറ്റി നമുക്ക് ഇത്രേ പറയാനുള്ളൂ. അപ്പൊ എന്താണ് സ്വദേശി പ്രസ്ഥാനം, അതുപോലെ തന്നെ സ്വദേശി പ്രസ്ഥാനത്തിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, അതിന്റെ ഭാഗമായിട്ട് എന്തൊക്കെയാണ് ഇവിടെ സ്ഥാപിച്ചത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ജസ്റ്റ് നോട്ട് ചെയ്താൽ എന്താക്കി നമ്മുടെ ഈ ഒരു സ്വദേശി പ്രസ്ഥാനങ്ങളുടെ ആ ഒരു ടോപ്പിക് ഇവിടെ കംപ്ലീറ്റ് ആവും. അപ്പോൾ നമുക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്താക്കാം, കമന്റിലൂടെ ചോദിക്കാം, അല്ലെങ്കിൽ എന്താക്കാം നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ടെലിഗ്രാം ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ഡോക്യുമെന്റുകൾ, അതുപോലെ തന്നെ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ, ചോദ്യങ്ങൾ, സംശയങ്ങൾ എല്ലാം എന്താക്കാം, നമുക്ക് ആ ഗ്രൂപ്പിൽ പങ്കുവെക്കാം. അതിനനുസരിച്ചുള്ള മറുപടികൾ ലഭിക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു.